പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഞാൻ വരും. നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എവിടെ പോകാനോ? രണ്ടുപേരും സുഖമായി വിശ്രമിച്ചോ. മനസ്സിലായോ? ഞാനാണ് കൊണ്ടോടി യക്ഷി. ഈ വനം എന്റേതാണ്. എന്റെ വനാതിർത്തിയിൽ ആര് കടന്നു വന്നാലും ഞാൻ അവരെ വെറുതെ വിടില്ല. നിന്നെയൊന്നും രക്ഷിക്കാൻ ഒരപ്പൂവിനും വരില്ല. ഈ കുഞ്ഞുങ്ങളെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് ദാഹിക്കുന്നു. എനിക്ക് ഇവരിൽ നിന്നും മതിയാവോളം ആസ്വദിക്കണം. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ? എന്റെ കല്ലേലി മണ്ണിൽ വന്ന് അതിക്രമം കാട്ടിയിട്ട് ഞാൻ ആരാണെന്നോ? ഈ കാണുന്ന 999 മലകളുടെയും അധിപനാണ് ഞാൻ. ഇവിടെ വന്ന് എന്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ നിനക്കെന്ത് അവകാശം? എപ്പോൾ വരണമെന്നും എപ്പോൾ പോകണമെന്നും നിശ്ചയിക്കുന്നത് ഞാനാണോ? നീയല്ല. അപ്പോ നീ എന്നെ അനുസരിക്കില്ല അല്ലേ? ഇല്ല. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ഈ വനത്തിനകത്തുകൂടി പ്രവേശിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. പക്ഷേ നിന്റെ പൂർവചരിത്രങ്ങൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. ഞാൻ ആരാണെന്നും എന്റെ പൂർവ്വജന്മ കഥകൾ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങേക്ക് മുന്നിൽ കീഴടങ്ങുന്നു. ഇനി മുതൽ അങ്ങ് പറയും പോലെ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. എങ്കിൽ ഇന്നു മുതൽ നീ എന്റെ കല്ലേലിക്കാവിൽ വേണം. കല്ലേലി മണ്ണിന്റെ കാവലാളായിട്ട് ഞാൻ നിനക്കിരിക്കാൻ ഒരിടം തരും. പാലമരച്ചോട്ടിൽ നിന്നെ ഞാൻ കുടിയിരുത്തുന്നു. മാത്രമല്ല ഞാൻ നിനക്ക് പന്തം കൊടുത്ത് ദീപം തെളിയിക്കും. അതുപോലെ തന്നെ എന്റെ കുഞ്ഞുങ്ങൾക്ക് സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താനമുണ്ടാകാനുള്ള അനുഗ്രഹം കൊടുക്കുക. നിന്റെ മുന്നിൽ അവർ കരിവളയും തൊട്ടിലും കെട്ടിത്തരും. അവരെ നീ അനുഗ്രഹിക്കണം. എന്റെ അനുവാദമില്ലാതെ ഒരിക്കലും കല്ലേലി ദേശം വിട്ട് നീ പോകാൻ പാടില്ല. ഇത് എന്റെ വാക്ക്. അങ്ങയുടെ ഇഷ്ടം പോലെ.